ഹലോ ഗായ്സ്, ഞാൻ ലക്ഷ്മി. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിന് വെക്കേഷൻ കിട്ടി. യെസ്. ഞങ്ങൾക്ക് സെപ്റ്റംബർ 7 പോകുന്നുണ്ട്. അപ്പോൾ ഓണമൊക്കെ അടിച്ച് പൊളിച്ച് സെറ്റായിട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഓണമൊക്കെയല്ലേ വരണേ. അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലാവും. എന്താ, പെൺകുട്ടികളാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പെൺകുട്ടികൾ നല്ല എല്ലാവരും ഡ്രസ്സ് എടുക്കാനായിട്ട് കൂടുതലും പെൺകുട്ടികൾക്കാവില്ല ഡ്രസ്സ് എടുക്കൽ, സാരി അങ്ങനെ സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പൂക്കളത്തിൻ്റെ ഡിസൈൻ തീരുമാനിക്കൽ, പൂക്കൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മറ്റേ തൃക്കാക്കരപ്പമ്മ വയ്ക്കണ പൂവുണ്ടല്ലോ, അതുകൊണ്ട് ഈ പേപ്പർ കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ പ്രാവശ്യവും അത് ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ വെച്ചു ആ ഉണ്ടാക്കണേ അത്ര വലിയ ഇതൊന്നുമില്ല, ഭംഗിയൊന്നുണ്ടോ എനിക്കറിയില്ല. എന്താ പറയുക, ചെറിയ രീതിക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാനാണ് നിൽക്കണേ. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി അത് കാണിച്ചു തന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു. അപ്പം നമ്മൾ പൂ ഉണ്ടാക്കാനായിട്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പേപ്പർ എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് കണ്ട, കുറച്ച് കളേഴ്സ് ഉള്ളൂ. പിന്നെ പച്ച, പിന്നെ ഒരു ഡാർക്ക് പച്ചയുണ്ട്. ഇതേ കണ്ട, അത് മറ്റേ നമ്മുടെ എല്ലാവരുടെയും തണ്ടേൻ്റെയും ഭാഗത്തേക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൈന പേപ്പറാണ്, സാധാ പൂ ഉണ്ടാക്കുന്ന പേപ്പർ. പിന്നെ ക്രേപ്പ് പേപ്പറുണ്ട്. രണ്ടും രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ഒരു പിങ്ക് കളറിലുള്ള പൂ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ പിങ്ക് കളറിൽ നമ്മളത് ഇതേപോലെ ഒരു സ്ക്വയറിൽ വെട്ടിയെടുക്കുക. ഒരു എന്താ പറയുക, ഒരു 7 സെൻറ്റിമീറ്റർ നീളവും പിന്നെ ഒരു 5 സെൻറ്റിമീറ്റർ വീതി, അങ്ങനെ ആ ഒരു അളവിൽ നമ്മളിങ്ങനെ സ്ക്വയറുകൾ ഇങ്ങനെ വെട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരു 5 or 6 സ്ക്വയർ ഇങ്ങനെ അടക്കി വയ്ക്കുക. അടക്കി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സിക്സാക്ക് പോലെ ഇങ്ങനെ അങ്ങോട്ടും മടക്കി കൊടുക്കുക. വേണ്ട, അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്റർ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലത്തെ കമ്പി ഉണ്ടാവും. നമ്മൾ ഈ പൂ അങ്ങനെ കടയിൽ അല്ലെങ്കിൽ ക്രാഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള കടകളിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളത് ഈ ഒരു സംഭവം എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ വലിച്ചിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ പൂ ഇങ്ങനെ വിടർത്തുമ്പോൾ സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഈ ഒരു തുമ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ ഈ 2 ഭാഗത്തും. അപ്പോൾ അവിടെ നമ്മളൊരു ഇങ്ങനെ കർവായിട്ട് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെട്ടി കൊടുക്കുക. കാണിച്ചു തരാം. ഇതാ ഇതുപോലെ കണ്ട, ഇതുപോലെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ വെട്ടി കൊടുക്കുക. നമ്മളിതിങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനൊരു ഡിസൈൻ കിട്ടും. കണ്ട, ഇങ്ങനൊരു ഡിസൈൻ കിട്ടും. അപ്പം നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിപ്പോൾ നമ്മളൊരു 5 എണ്ണമല്ല വെച്ചാണ്, അതിലത്തെ ഓരോ ലെയർ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുത്തുക. കണ്ട, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുക. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പതുക്കെ. അതായത് ചൈന പേപ്പർ ആയതുകൊണ്ട് ഭയങ്കര തിന്നായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പെട്ടെന്ന് പോരും, കീറിപ്പോരും. അപ്പോൾ പതുക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി സെൻറ്ററിലേക്ക് ഇങ്ങനെ കുട്ടിച്ച് വരുമ്പോൾ അത് നല്ലൊരു ഫ്ലവർ ആയിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് അവിടെ പൂ സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ എന്താ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ അതെ ഇങ്ങനെ എല്ലാ കളറും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. പിന്നെ നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗം കണ്ട, അപ്പോൾ ഈ കമ്പിയുടെ അവിടെ ഇനി ഈർക്കിൽ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ഇത് വെട്ടുക, നീളത്തിൽ ഇങ്ങനെ വെട്ടുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പെരുന്നാളിനൊക്കെ അരങ്ങ പോലെ വെട്ടില്ല, ഈ 2 പോർഷനും കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതും ഇങ്ങനെ ചിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ പൂവിൻ്റെ തണ്ടോ റെഡിയായി. അങ്ങനെ നമുക്ക് എല്ലാ കളറും ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പം ഞാൻ ഫൈനലായിട്ട് എല്ലാതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ പാർട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ എങ്ങനെയാണ് കാണണ്ടേ, ഇതാ ഇങ്ങനെ കുറേ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ മറ്റേ തണ്ടൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ എങ്ങനെയുണ്ട്, ഒരു 5 മിനിറ്റിൽ തീരാവുന്ന സാധനമുള്ളൂ. പിന്നെ അതേ കണ്ടില്ലേ, പല കളേഴ്സ് ഉണ്ടാക്കുക. ഇപ്പം ഞാൻ ഈ റെഡല്ല പിങ്കും ഓറഞ്ചാണ് ഉണ്ടാക്കിയത്. ഇനിയും കുറച്ച് കളേഴ്സ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അക്കൗണ്ടും കൂടി ഒന്ന് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.